കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. അല്ലെങ്കിൽ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നവംബർ 3, 2022 വന്നിട്ടുള്ള ഒരു ചെറിയ ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഹസ്ബൻഡ് ക്യാൻ റിജക്റ്റ് ഗുല ഡിമാൻഡ് എന്നാണ് പറയണത്. അത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ് ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്താ പറയണത്? ഹസ്ബൻഡ് ക്യാൻ റിജക്റ്റ് ഗുല ഡിമാൻഡ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അവർ പറയുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്: ദ ഹസ്ബൻഡ് റിസർവ്സ് ദ റൈറ്റ് ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് എ വുമൺസ് ഡിമാൻഡ് ഫോർ ഗുല സെയ്സ് ബോർഡ് ഇൻ ദ വീക്ക് ഓഫ് കേരള ഹൈക്കോർട്ട് വെർഡിക്റ്റ്. തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ കേരള ഹൈക്കോടതി ഗുലയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാനമായൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ വിധിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനുശേഷമാണ് ഇവർ ഇതുപോലെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി പറയുന്ന അടുത്ത പോയിന്റ് നോക്കുക. ഇൻ എ മൂവ് ലൈക്ലി ടു ഹാവ് ഫാർ റീച്ചിങ് ramifications, the All India Muslim Personal Law Board AIMPLB pronounced that a Muslim woman does not enjoy a unilateral right to end her marriage through gula. According to the board, the husband reserves the right to accept or reject her demand for gula എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. In a statement, the board stated Gula is dependent on both husband and wife agreeing to end marriage after a woman initiate the proposal എന്നാണ് പറയുന്നത്. The next point, if the man does not agree to Gula, the woman has the right to go in for fasq or judicial divorce. Ghalid Saifullah Rahman, General Secretary AIMPLB സ്റ്റേറ്റഡ് എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതി പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഗുല എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടാണ്. അപ്പോൾ നോൺ ജുഡീഷ്യൽ മെത്തേഡിൽ ഗുല പ്രകാരം ഭർത്താവിൽ നിന്നും ഒരു ഡിവോഴ്സ് ഗാസിയുടെ റിപ്പോർട്ട് പ്രകാരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് വേറെ ഒന്നിനും വേണ്ടിയിട്ട് കോടതിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഗുല എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടാണ് AIMPLB എന്താണ് പറയണത്? ഹസ്ബൻഡ് ക്യാൻ റിജക്റ്റ് ഗുല എന്നാണ് പറയുന്നത്. അങ്ങനെ ഹസ്ബൻഡ് ഗുല റിജക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യ എന്താണ് ചെയ്യേണ്ടത്? ഫസ്ക് പ്രകാരം ഡിവോഴ്സ് കിട്ടുവാനായിട്ട് ഫാമിലി കോടതിയെ സമീപിക്കണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്കൊരു കുറച്ചും കൂടി ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതിന് വീണ്ടും 2 അപ്ഡേറ്റുകളും കൂടി അവൈലബിൾ ആണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.